ഹായ് എവരിവൺ, ആവണീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ്. നമ്മുടെ പൊട്ടുകടല ലഡു. 2 മിനിറ്റ് മതി നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഞാൻ 1 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇതാണ് പൊട്ടുകടല. അതിന്റെ ഇപ്പൊ 1 കപ്പാണ് എടുത്തേക്കണെങ്കിൽ അതിന് കുറച്ച് ഒരു 1/4 കപ്പോളം നമുക്ക് പഞ്ചസാര വേണം. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. ആവശ്യത്തിന് നെയ്യ്, കുറച്ച് മതി നെയ്യ്. നമുക്കത് ഉരുട്ടിയെടുക്കാൻ ആവശ്യം നമ്മൾ വെള്ളത്തിന് പകരം നെയ്യ് വെച്ചിട്ടാണ് കുഴച്ചെടുക്കണം. അപ്പൊ അത്രയും നെയ്യ് മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ചാല്, ഫസ്റ്റ് നമ്മൾ ഈ പൊട്ടുകടല എടുത്ത് മിക്സിയിലേക്ക് ഇടാം. പിന്നെ നമ്മുടെ പഞ്ചസാര അതിട്ട് നല്ലതുപോലെ നല്ല പൊടിഞ്ഞ് വരണം. ഒട്ടും തരി പാടില്ല, നല്ല പൊടിഞ്ഞ് പൗഡർ മാതിരി വരണം. മിക്സിയിലിട്ട് അടിച്ച് പൗഡർ മാറ്റി കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഉരുക്കിയിട്ട്, നെയ്യ് ഉരുക്കൂല, ഇപ്പൊ നമ്മുടെ ക്ലൈമറ്റിൽ നെയ്യ് ഇപ്പൊ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ഉരുക്കി എടുത്തിട്ട് അത് നമ്മൾ കുറച്ചേശ്ശെ ഈ മിക്സിനകത്തേക്ക് ഒഴിച്ച് ഉരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. അപ്പൊ ഞാനിത് പൊടിച്ചു കൊണ്ടുവരാം, എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ നമ്മുടെ പൊട്ടുകടലയും പഞ്ചസാരയും നല്ലതുപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേമാതിരി പൊടിയായിട്ട് വേണം കിട്ടാൻ, ഒട്ടും തരി പാടില്ല, നല്ലതുപോലെ പൊടി പോലെ ആവണം. പിന്നെ നമ്മൾ പൊടിക്കുന്ന മിക്സിയുടെ ജാറായാലും ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബൗളായാലും ഒട്ടും വെള്ളമില്ലാണ്ട് നോക്കണം. ഒരു തരി പോലും വെള്ളം പാടില്ല, ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമ്മളിപ്പോ ഞാൻ നെയ്യും ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും നെയ്യ് നമുക്ക് മതിയാവും. കുറച്ചേശം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യുടെ ചൂട് പോണതിന് മുന്നേ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ, എന്നാലേ ടൈറ്റിൽ കിട്ടുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഓരോ ഉരുള പിടിച്ചെടുക്കണം. ചൂടോടുകൂടി വേണം എടുക്കാനായിട്ട് നെയ്യ്. അതല്ല, ചൂട് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ട ടൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. എന്തോരം വലിപ്പമാണ്, എത്ര വലിപ്പത്തിലുള്ള ഉണ്ടയാണെങ്കിൽ അത് നമ്മൾ അതനുസരിച്ച് വേണം ഉരുട്ടിയെടുക്കാൻ. ഇതേമാതിരി നമ്മൾ ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കണം. കണ്ടോ, ഞാനിവിടെ ചെറുതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. അതേമാതിരി ബാക്കിയുള്ളത് നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടുകടല കൊണ്ടുണ്ടാക്കിയ ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വളരെ ഈസിയാണ്, അധിക സമയവും നമുക്ക് വേണ്ട. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നെയ്ക്ക് കുറച്ച് ചൂട് ആവശ്യമാണ്. ചൂടുള്ള നെയ്യ് ഒഴിച്ചാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും, ഒട്ടും പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് നല്ലതുപോലെ ചൂടുള്ള നെയ്യ് ഒഴിച്ച് ആ വശം മാത്രം വേഗം കുഴച്ചെടുത്ത് ഉരുട്ടി നല്ലതുപോലെ അമർത്തി എടുക്കണം. ഇങ്ങനെ പിടിച്ച് വേണം ഉരുള ഉരുട്ടിയെടുക്കാൻ. അമർത്തി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. പതുക്കെ പിടിച്ച് വേണം. അതുകൊണ്ട് റൗണ്ട് കുറച്ച് കുറവായിരിക്കും കിട്ടാൻ. ഇങ്ങനെ ഇട്ട് നമ്മൾക്ക് ഉരുട്ടാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. ഇങ്ങനെ പിടിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സാധാരണ ലഡു ആണെങ്കിൽ നമുക്ക് ഇതേമാതിരി ഉരുട്ടിയെടുക്കാം. ഇത് ഇങ്ങനെ പിടിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആവണീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക്